There is a frog dead in it. Huh? Frog is dead in it. വെൽക്കം ടു തേർഡ് ഐ വ്യൂ. ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു ചെറിയ ഫാമിലി സ്റ്റെക്കേഷന് പോകുകയാണ്. ബാംഗ്ലൂരിൽ നിന്നൊരു 60 കിലോമീറ്റർ ദൂരെയുള്ള ഒരു പ്രൈവറ്റ് വില്ല, ഒരു Airbnb ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തൊരു പ്ലേസാണ്. റിവ്യൂസും ഫോട്ടോസും എല്ലാം വളരെ അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി നോക്കാം. ഹൗസ് എക്സ്പീരിയൻസ് ഞങ്ങളെല്ലാം ഇതിനകത്ത് അറിയിക്കുന്നതായിരിക്കും. സോ ദാറ്റ് ഇൻ കേസ് ഇഫ് യു വാണ്ട് ടു പ്ലാൻ സംതിങ് you can do that. Complete details, വില്ലയിലോട്ടുള്ള പോകുന്ന റൂട്ട് എങ്ങനെയാണ്, വില്ലയുടെ സേഫ്റ്റി, എവ്രിതിങ് കാണിക്കുന്നതായിരിക്കും. ഈ വില്ല ലൊക്കേറ്റ് ആയിരിക്കുന്നത് ഹൊസൂർ റോഡിലാണ്. ബാംഗ്ലൂർ കന്യാകുമാരി ഹൈവേന്ന് ഹൊസൂർ കഴിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള റൂട്ടിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ഒരുപാട് വില്ലാസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് വില്ലാസ് ഓണേഴ്സ് പർച്ചേസ് ചെയ്തിട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്ന കോൺസെപ്റ്റിലാണ് ഇവിടെ എയർബിഎൻബിയിലും പല പ്ലാറ്റ്ഫോമിലും അവരത് റെൻ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് ഫേസ് 1. ഇവിടെയും കുറേ വില്ലാസും കുറേ ഹോംസും അതുമാത്രമല്ല പ്രൈവറ്റായിട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ കിട്ടുന്ന രീതിയിൽ ലേ ഔട്ട് പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ് 1. അപ്പുറത്തത് ഫേസ് 2. ഞങ്ങൾ ഫേസ് 2 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റൂട്ട് ഹൈവേന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കടകളോ കോംപ്ലക്സുകളോ ഒന്നുമില്ല. ഇറ്റ് ഈസ് ആൻ കൈൻഡ് ഓഫ് ആൻ ഐസൊലേറ്റഡ് പ്ലേസ്. ഐ വാസ് ജെനുവൻലി വറീഡ് അബൌട്ട് ദ സേഫ്റ്റി ആൻഡ് ഐ വിൽ ബി ആൻസറിങ് ഓൾ ദ കൺസേൺസ് ഇൻ ദി അപ്കമിങ് വീഡിയോസ്. ഇപ്പോൾ ഫേസ് 2 എൻ്റർ ചെയ്യാണ്. 2 സൈഡിലും സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. സോ ഇറ്റ് ഫെൽറ്റ് പ്രിറ്റി സേഫ്. ഇത് വളരെ ഒരു ഹ്യൂജായ ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. നല്ല കുറേ വില്ലാസ് ഉണ്ട് ഇവിടെ. റോ ആഫ്റ്റർ റോ, സെയിം സ്റ്റൈൽ, സെയിം ലേ ഔട്ട്. ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വില്ലാസ് 2 BHK ആയിരിക്കും, കുറച്ച് 3 BHK ആയിരിക്കും. പക്ഷേ എല്ലാ വില്ലയുടെയും ലേ ഔട്ട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എല്ലാവർക്കും അവരുടെ സ്വന്തമായിട്ട് പ്രൈവറ്റ് പൂളുണ്ട്. പിന്നെ ബെഡ്റൂം വൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പം ഞങ്ങളുടെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വില്ലയുടെ എല്ലാ ഡീറ്റെയിൽസും, ഒരു നല്ല വില്ല ടൂറും ഏരിയൽ വ്യൂ എല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് വീഡിയോ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആൻഡ് ഇഫ് യു എൻജോയ് സച്ച് ഫാമിലി ട്രാവൽ വ്ളോഗ്സ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന വില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ല. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. പിന്നെ കാറ് പാർക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് കാർ ഇടാനുള്ള ഒരു പാത്ത് വേ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. സോ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കാർ നല്ലപോലെ പാർക്ക് ചെയ്തിടാൻ പറ്റും. ബ്യൂട്ടിഫുൾ ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ്, ഫുൾ ഗ്രീൻ വൈബ്സ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് പൂൾ സൈസ് വലുതല്ല, ബട്ട് ഒരു ഫാമിലിക്ക് പെർഫെക്റ്റ് ആണ്. കിഡ്സ്, പേരൻസ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ മാത്രമുള്ള കറക്റ്റായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഞാൻ വില്ലയുടെ മൊത്തം ഇൻറ്റീരിയേഴ്സ് കാണിക്കാം. നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തേക്കുന്ന വില്ല. എന്തായാലും വളരെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമിലും AC ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഇൻക്ലൂഡിങ് സ്മാർട്ട് TV, കിച്ചൺ, ഇൻക്ലൂഡിങ് പ്രൊജക്ടറുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഐ തിങ്ക് they pretty much had everything. Oh shit, there is a frog dead in it. Huh? Frog is dead in it. It's not dead. യെസ്, എൻ്റെ വൈഫ് ഒരു തവള കണ്ടു. അതിൻ്റെ പേരിൽ അവൾ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങത്തില്ലെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ട് സ്റ്റാഫിനെ വിളിച്ച് അവർ ആ തവളയെ കൊണ്ട് കളഞ്ഞിട്ട് ഫിൽറ്ററൊക്കെ ഓൺ ചെയ്ത് പൂൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതാണ് ഓവറോൾ വൈബ് ഇവിടുത്തെ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി ഐസൊലേറ്റഡ് പ്ലേസ്. പുറകിലൊന്നും ഒരു ബിൽഡിങ്ങും ഒന്നുമില്ല. ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രോപ്പർട്ടി, ഹ്യൂജ് കമ്മ്യൂണിറ്റി ഇത് മാത്രമേ ഉള്ളൂ. മേളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ വില്ലയും സെയിം. ഈവൻ ദ ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈൻ, എവ്രിതിങ് ഈസ് എ സെയിം. നല്ല ആൽക്കഹോളിക് വെതറായതിൻ്റെ പേര് ഒരു പെഗടിച്ചു, നേരെ പൂളിലോട്ടിറങ്ങി. പിന്നെ പൂളിലുള്ള കളിയായിരുന്നു.
സ്വിമ്മിംഗ് പൂളും ഫാമിലിയുടെ കൂടെ ചാറ്റിങ്, ഒരു ഡ്രിങ്ക് സിപ്പ് ചെയ്ത് റിലാക്സ് ചെയ്തതിൻ്റെ ഒരു സുഖം. മൈ ഗോഡ്, ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് പീസ്ഫുൾ. എങ്ങനെ ടൈം പോയെന്നേ അറിയില്ല. അപ്പോഴത്തേക്കിന് ഈവനിങ് ആയപ്പോഴത്തേക്കിന് ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തു. വെതർ നല്ല കോൾഡായിട്ടുണ്ട്. ചുറ്റുമുള്ള വേറെ വില്ലാസിൽ നിന്ന് നല്ല പാർട്ടി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ വളരെ കോമൺ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മെജോറിറ്റി വില്ലാസ് എയർബിഎൻബി ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പേര് വീക്കെൻഡ് ആകുമ്പോൾ ഫുൾ പാർട്ടി വൈബാണ്. എനിക്ക് ഇവരുടെ ലൈറ്റിങ്സ് എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നൈറ്റ് ടൈമിൽ നല്ലൊരു ഡിഫറെൻറ്റ് വൈബാണ്. ഒരു ക്ലാസി പെർഫെക്റ്റ് ഫാമിലി സ്റ്റെക്കേഷൻ എന്നാണ് എനിക്ക് ഫീൽ ആയത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ളതാണെങ്കിലും ബട്ട് വളരെ ഹാപ്പിനെസ് നിറഞ്ഞൊരു സെലിബ്രേഷനായിരുന്നു. അത് കഴിഞ്ഞ് ബാർബിക്യൂ ഞങ്ങൾ ചെയ്തു. ബാർബിക്യൂ എല്ലാ സെറ്റപ്പും നന്നായിട്ട് അവർ ചെയ്തു വന്നു. ഗ്രില്ലും കോളും എല്ലാം. ഞങ്ങൾ ചിക്കനും പനീറും ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയുടെ കൂടെ ബാർബിക്യൂ ചെയ്ത് കുക്ക് ചെയ്തു. ഇറ്റ് ഈസ് എ വെരി എൻജോയബിൾ എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സൺറൈസ്. സത്യം പറയുകയാണെങ്കിൽ നൈറ്റ് സ്റ്റേ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. സേഫ് ആയിരിക്കുമോ, സറൗണ്ടിങ് എങ്ങനെയാണ്. അപ്പോൾ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, സർ എല്ലായിടത്തും CCTV ഉണ്ട് ആൻഡ് വി വിൽ ബി മോണിറ്ററിങ് ഇറ്റ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവത്തുമില്ല. സോ ഇറ്റ് ഷുഡ് ബി ഫൈൻ. അവരുടെ പേഴ്സണൽ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. വളരെ സേഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ചെക്കൗട്ട് ചെയ്തു. ഒരു 11 o'clock ചെക്കൗട്ട് ചെയ്തു. കാർ എടുത്തു നേരെ ബാംഗ്ലൂരിലേക്ക് വിട്ടു. ഷോർട്ട് ട്രിപ്പായിരുന്നു, പക്ഷേ ഒത്തിരി മെമ്മോറീസ് ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നു. സോ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം, ബർത്ത്ഡേ സെലിബ്രേഷൻ, ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സോ ഓവറോൾ ഇത് വളരെ ഒരു വണ്ടർഫുള്ളായ സ്റ്റെക്കേഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻ കേസ് ഇതുപോലെ പ്രൈവറ്റ് വില്ല ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പിങ് മീ ആൻഡ് ഐ വിൽ ഷെയർ യു ഓൾ ദ ഡീറ്റെയിൽസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.